ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ തന്നെ നൈക്കിന്ന് വീണ്ടും എനിക്കൊരു പൊതി എത്തി. എന്തായിരിക്കും ഇതിനകത്ത്? എന്തായിരിക്കും? ഒരു സർപ്രൈസ് ആണോ? സർപ്രൈസ് ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെയും കയ്യിലുള്ളൊരു കിടിലൻ സാധനമാണ്. ഞാനും ഒരെണ്ണം അങ്ങോട്ട് വാങ്ങി. എന്തിനങ്ങോട്ട് കുറയ്ക്കണ്ട, ഇരിക്കട്ടെ, ഇനി ഇതിൻ്റെ കുറവും കൊണ്ട് വേണ്ട. അപ്പോൾ എന്നാണേലും ഞാനും വാങ്ങിയതൊന്ന് വെട്ടി പൊളിക്കാനുള്ളൊരു പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു പാട് കിടക്കണേ. എന്നാണേലും ഇത് കത്രിക വെച്ചും കൈ വെച്ചൊക്കെ മാന്തി കീറി എടുക്കുകയാണ്. ഇപ്പം നൈക്കയുടെ പൊതിച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി പൊതിച്ചിലാണ്. എടുത്തെറിഞ്ഞാൽ ആ സാധനം പോരുത്, അമ്മാതിരിയാണ് അവരത് പൊതിഞ്ഞ് വിടുന്നത്. അപ്പോൾ എനിവേ ബില്ല് കണ്ട 699 രൂപയുടെ ബില്ലാണ്. എന്തായിരിക്കും ഇത് 699 രൂപയുടെ സാധനം? എനിവേ അത്ര കുറഞ്ഞ സാധനമൊന്നുമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതൊരു എന്തായിരിക്കും മനസ്സിലായോ? ഇതൊരു ഐസ് ഫേഷ്യൽ റോളറാണ്. ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. വളരെ യൂസ്ഫുൾ ആണ്. ഇതുണ്ട്, അതിന് ഹോളൊക്കെ ഉണ്ട്. അതിനകത്ത് നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ എന്താ തണ്ണിമത്തൻ ജ്യൂസോ അല്ലെങ്കിൽ ക്യാരറ്റ് ജ്യൂസോ എന്ത് വേണേലും നമുക്ക് ഫില്ല് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഒഴിക്കാൻ പോകുന്നത് വെള്ളരിക്ക ജ്യൂസും നാരങ്ങ നീരും കൂടെയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു വെച്ചിട്ട് ഓവർ നൈറ്റ് ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. എനിക്ക് രാവിലെ യൂസ് ചെയ്യാനായിട്ടാണ്. സിമ്പിളാണ്, കണ്ടോ എത്ര സിമ്പിൾ ആൻഡ് ക്യൂട്ടാണ്. അപ്പോൾ ഞാൻ മേളിൽ ഫ്രീസറിൽ വെച്ചു. ഇനി രാവിലെ എണീറ്റ് ഞാനിത് അപ്ലൈ ചെയ്യാൻ പോകണം. ഹോ ഭയങ്കര തണുപ്പാണ്. ചാടിക്കയറി അങ്ങ് മുഖത്തേക്ക് വെച്ചേക്കരുത്, പൊള്ളുന്നൊരു ഫീലാണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നീര് അത്തേന്ന് എടുത്ത് ഫേസിലൊന്ന് പയ്യെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കി. അത് കഴിഞ്ഞ് പിന്നെയും ട്രൈ ചെയ്യുകയാണ് കേട്ടോ. പിന്നെ പയ്യെ ആ തണുപ്പായിട്ട് അഡാപ്റ്റഡ് ആയിട്ട് വന്നു. എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. പിന്നെ പയ്യെ രസമായിട്ട് വന്നു. പക്ഷെ ഭയങ്കര നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ, ഐസ് ക്യൂബ് വെച്ചിട്ടൊക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലൊരു പ്രതലമായിട്ട് വരും. മേക്കപ്പിനൊക്കെ വളരെ നല്ലതാണ്. ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടില്ലേ, നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുന്ന എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റെഡിയായി പോകുന്നതിന് മുമ്പ് നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണെന്ന്. നമ്മുടെ സ്കിന്നിൻ്റെ സർഫേസൊക്കെ നല്ലതായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇതിനകത്ത് കുക്കുംബർ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും സ്കിന്നിന് നല്ല സാധനങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. കടിച്ച് തിന്നാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ തിന്നാൻ പാടില്ല. നമ്മൾ ഫേസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ടാണല്ലേ, ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കോൺ കൊണ്ടിട്ടാണ്. ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ യൂസ് കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം കേട്ടോ. യൂസ് കഴിഞ്ഞിട്ട് മിച്ചമുള്ളത് നമ്മൾ ഫ്രീസറിൽ നമുക്ക് വയ്ക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം എപ്പോഴും നമ്മൾ കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കത് സൂക്ഷിച്ച് വെക്കാം, ഇങ്ങനെ ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം.